അങ്ങനെ ഈ ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ അട്ടിമറി സംഭവിച്ചു. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇക്വഡോറാണ് ഞെട്ടിച്ചത്. ടൂർണമെന്റിൽ നിന്ന് പുറത്താകലിന്റെ വക്കിൽ നിന്നാണ് ലാട്രി സംഘത്തിന്റെ ഈ ഇതിഹാസ തിരിച്ചുവരവ്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇക്വഡോർ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിക്കുന്നത്. കളി തുടങ്ങി വെറും 2-ാം മിനിറ്റിൽ തന്നെ ലിറോയ് സാനയുടെ തകർപ്പൻ ഗോളിലൂടെ ജർമ്മനിയാണ് ആദ്യം മുന്നിലെത്തിയത്. ബോക്സിന് പുറത്തുനിന്ന് സ്വീകരിച്ച പന്ത് അലക്സാണ്ടർ പാവ്ലോവിച്ച് ഫ്ലോറിയൻ വിറ്റ്സിന് നൽകി. ഫ്ലോറിയൻ വിറ്റ്സ് നൽകിയ പാസിൽ ലിറോയ് സാനെ തൊടുത്ത ഷോട്ട് ഗോൾ വല കുലുക്കി. 1 മിനിറ്റ് 49 സെക്കൻഡിൽ ലിറോയ് സാനെ നേടിയ ഗോൾ ലോകകപ്പ് ചരിത്രത്തിൽ ജർമ്മനിയുടെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ ഗോളാണ്. എന്നാൽ ജർമ്മനിയുടെ ആഹ്ലാദം അധികം നീണ്ടില്ല. 9-ാം മിനിറ്റിൽ ഇക്വഡോർ ഗോൾ മടക്കി. ബോക്സിന് തൊട്ടു പുറത്തു നിന്ന് നിൽസൺ അംഗ്വാലോ ഉതിർത്ത ഒരു ബുള്ളറ്റ് ഷോട്ട് ജർമ്മൻ മിഡ്ഫീൽഡർ അലക്സാണ്ടർ പാവ്ലോവിച്ചിനെയും ഗോൾ കീപ്പർ മാനുവൽ നോയറിനെയും മറികടന്ന് പോസ്റ്റിൽ പതിച്ചു. സ്കോർ 1-1. തുടക്കം മുതൽ ആക്രമണത്തിലൂന്നിയാണ് ഇരു ടീമുകളും കളിച്ചതെങ്കിലും സമനില നേടിയതിന് പിന്നാലെ ഇക്വഡോർ ആക്രമണം കടുപ്പിക്കുന്നതാണ് കണ്ടത്. തുടർച്ചയായി ജർമ്മൻ പോസ്റ്റിലേക്ക് ഇക്വഡോർ താരങ്ങൾ ഇരച്ചെത്തി. അതിനിടെ 25-ാം മിനിറ്റിൽ ജർമ്മൻ സ്ട്രൈക്കർ കായ് ഹാവേർട്സിന്റെ ഹെഡർ ഇക്വഡോർ ഗോൾ കീപ്പർ ഹെർനാൻ ഗാലൻഡസ് തടുത്തു. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ എതിർ ഗോൾ മുഖത്തേക്ക് കടന്നു കയറി ജർമ്മനി ലീഡിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ആദ്യ പകുതി സമനിലയിൽ അവസാനിച്ചു. 2ാം പകുതിയുടെ തുടക്കത്തിലാണ് മത്സരത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സെക്കൻഡ് ഹാഫ് ആരംഭിച്ച് വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ജർമ്മനി മികച്ചൊരു മുന്നേറ്റം നടത്തി. ഇതിനിടെ സ്ട്രൈക്കർ കായ് ഹാവേർട്സിനെ ബോക്സിനുള്ളിൽ ഇക്വഡോർ ഡിഫൻഡർ ജോയൽ ഒർഡോണസ് ഫൗൾ ചെയ്ത് വീഴ്ത്തി. ഓൺഫീൽഡ് റഫറിയായ ടോറി പെൻസോ ഒട്ടും മടിക്കാതെ ജർമ്മനിക്ക് അനുകൂലമായ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. എന്നാൽ ഇക്വഡോർ താരങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് വിഷയം വാർ പരിശോധനയ്ക്ക് വിട്ടു. പിച്ച് സൈഡ് മോണിറ്റർ പരിശോധിച്ചപ്പോഴാണ് ജർമ്മനിയുടെ ഈ മുന്നേറ്റം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മധ്യനിരയിൽ ഒരു ഫൗൾ നടന്നതായി കണ്ടത്. ജർമ്മനിയുടെ ആദ്യ ഗോൾ നേടിയ ലിറോയ് സാനെ പന്ത് തട്ടിയെടുക്കുന്നതിനിടയിൽ ഇക്വഡോർ മിഡ്ഫീൽഡർ പെഡ്രോ വിറ്റയെ ക്ലിപ്പ് ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. ബിൽഡപ്പിൽ ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് ഫൗൾ ഉണ്ടായതിനാൽ റഫറി തീരുമാനം തിരുത്തി. ജർമ്മനിയുടെ പെനാൽറ്റി റദ്ദാക്കി. പകരം ഇക്വഡോറിന് അനുകൂലമായ ഫ്രീ കിക്ക് അനുവദിച്ചു. ഇക്വഡോറിന് ജീവൻ തിരിച്ചു നൽകിയ നിമിഷം. തുടർന്ന് 77-ാം മിനിറ്റിൽ ആ ചരിത്ര നിമിഷം പിറന്നു. കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച പന്ത് ജർമ്മൻ കീപ്പർ മാനുവൽ നോയറെ കാഴ്ചക്കാരനാക്കി ഗോൺസാലോ പ്ലാറ്റ വലയിലെത്തിച്ചു. പുറത്താകലിന്റെ വക്കിൽ നിന്ന് ഇക്വഡോറിനെ നോക്കൌട്ടിലേക്ക് എത്തിച്ച കിടിലൻ ഫ്ലിക്ക്. സ്കോർ 2-1. പിന്നീട് അവസാന നിമിഷം വരെ ജർമ്മൻ പട സമനില ഗോളിനായി ശ്രമിച്ചെങ്കിലും ഈ ദിവസം ഇക്വഡോറിനുള്ളതായിരുന്നു. ലോകകപ്പിൽ ഇത് 2ാം തവണയാണ് ഇക്വഡോർ നോക്കൌട്ട് റൗണ്ടിൽ കടക്കുന്നത്. 2006-ലായിരുന്നു ഇതിനു മുമ്പ് ആ നേട്ടം. ഇക്കുറി മുൻ ചാമ്പ്യന്മാരെ തന്നെ തോൽപ്പിച്ചാണ് ലാട്രി സംഘത്തിന്റെ മുന്നേറ്റം. അടിതെറ്റിയെങ്കിലും ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി തന്നെ ജർമ്മനിയും 2ാം സ്ഥാനക്കാരായി ഐവറി കോസ്റ്റും നോക്കൌട്ടിൽ കടന്നു. വമ്പന്മാർ ഏറ്റുമുട്ടുന്ന നോക്കൌട്ടിലും അട്ടിമറികൾ തുടരുമോ? ഇത് ഫുട്ബോളാണ്. ആർക്കും ഒന്നും അസാധ്യമല്ല.